പ്രകൃതി പ്രേമം മുതൽ ദേശീയത വരെയുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഭാവഗീതങ്ങളായ ഒരുപിടി കവിതകൾ രചിച്ച് നമ്മുടെ കവിതാ സാഹിത്യത്തിൻ്റെ അന്തസ്സുയർത്തിയ കവിയത്രേ ജി ശങ്കരക്കുറുപ്പ്. മിസ്റ്റിക് കവി എന്ന പേരുകേട്ട ജിയുടെ കാവ്യസരസ്വതി ഗതിമാറിയൊഴുകിയ ഏതോ അപൂർവ നിമിഷത്തിൽ പിറന്നു വീണ കവിതയാണ് ചന്ദനക്കട്ടിൽ. കേരളത്തിന് സ്വന്തമായ നാടോടി കവിതാ പാരമ്പര്യത്തിൻ്റെ കാരകിൽ മണവും കരിവീട്ടിക്കാതലുമുള്ള ഈ രചന അദ്ദേഹത്തിൻ്റെ മറ്റു സൃഷ്ടികളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. മനുഷ്യനെന്നോ തിര്യക്കെന്നോ ഭേദമില്ലാത്ത മാതൃത്വത്തിൻ്റെ മഹത്വം തുടിക്കുന്ന ഒരാഖ്യാന കാവ്യം കൂടിയാണ് ചന്ദനക്കട്ടിൽ. മിത്തിനെ പ്രമേയമാക്കാത്ത കവികൾ വിരളമാണ്. കവിതയുമായി സ്വതവേ വാമൊഴികൾക്കുള്ള അടുപ്പവും ജനസമ്മതിയും അത്തരം രചനകളെ പെട്ടെന്ന് പ്രസിദ്ധിയിലേക്ക് ഉയർത്തും. മിത്തിൻ്റെ പരിവേഷമുള്ളൊരു കഥയാണ് കവിതയിലെ മൂത്താശാരിയായ ജി ശങ്കരക്കുറുപ്പ് തൻ്റെ ചന്ദനക്കട്ടിലിനു വേണ്ടി തിരഞ്ഞെടുത്ത ഉരുപ്പടി. മലയാള തനിമ നിറഞ്ഞു നിൽക്കുന്ന മൗലികമായ കാവ്യഭാവന ഒളിവിതറുന്ന 20 ഖണ്ഡങ്ങളിലായി കവിത പൂർത്തിയാവുന്നു. വെമ്പലനാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്ക് ഒരു ചന്ദനക്കട്ടിൽ വേണം. കാനങ്കാലോളം ചുരുണ്ടിരണ്ട മുടിയിൽ മുല്ലപ്പൂമാല ചൂടി കാരകിലിൻ്റെ സുഗന്ധമുള്ള താഴമ്പൂ കൊണ്ട് കടഞ്ഞെടുത്തതുപോലെയുള്ള തമ്പുരാട്ടിയുടെ മോഹം സ്വാഭാവികം. വടക്കൻ പാട്ടിൻ്റെ ഉപമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഈ വർണ്ണന പ്രാചീന കാലത്തിൻ്റെ ഇടനാഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. തമ്പുരാൻ്റെ കൽപ്പന കേട്ട് മേനോക്കിയച്ഛൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം വാക്കത്തിയും കോടാലിയും ഒക്കെയായി വാക്കയ്യു പൊത്തി തൊഴുതിറങ്ങുകയായി. കേരള ചരിത്രത്തിലെ കഴിഞ്ഞ ഏതോ നൂറ്റാണ്ടിൻ്റെ തിരുമുറ്റത്ത് കണ്ടുമറന്നതാണ് ഈ ചിത്രം. ഇനിയുള്ള വനയാത്രയുടെ വർണ്ണന യാത്രക്കാരുടെ ഹൃദയതാളം വായനക്കാരെ അനുഭവപ്പെടുത്തുന്ന ആർജവത്തോടെയാണ് കവി നിർവഹിച്ചിട്ടുള്ളത്. ഇരുട്ടുമാറാത്ത കിഴക്കേ ദിക്കിൽ വെള്ളിരേഖ തെളിഞ്ഞ ഒരു പുലർച്ചയ്ക്കാണ് അവർ യാത്ര തിരിച്ചത്. ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ആ രജതരേഖയ്ക്ക് ഇരട്ടവാലൻ കിളിയുടെ പള്ളയിലെ പുള്ളിയാണ് ഉപമാനം. അപ്പോഴും ആ സഞ്ചാരികൾ ഒരു സത്യം മറക്കുന്നില്ല. തലയും ചൊറിഞ്ഞ് തിരിച്ചു ചെന്നാൽ തലയോടുകൂടി ആരെയും തമ്പുരാൻ വിടില്ല എന്ന തമ്പുരാൻ്റെ കൽപ്പന. ഫലമെന്തു പിന്നെ കുടിലിൽ വന്നാൽ തലയിരിക്കില്ല കഴുത്തിലെങ്കിൽ എന്നൊരു ഫലിതം നുണഞ്ഞ് അവർ യാത്ര തുടരുന്നു. പ്രതിസന്ധിയുടെ വീർപ്പുമുട്ടലിലും ദുരന്തത്തിൻ്റെ വാൾമുനയിലും നർമ്മം കൈവിടാത്ത ഗ്രാമീണ മലയാളിയാണ് ഈ വരികളിൽ കാണുന്നത്. നാട്ടിൻപുറങ്ങളിലൂടെ യാത്ര നീണ്ടുപോകുന്നു. ഇളം കാറ്റിൽ തലയിട്ടുലമ്പുന്ന വയലുകളും ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ കൊടിയിടങ്ങളും പറവകൾ ചിലച്ചാർക്കുന്ന കുറ്റിക്കാടും മാറിൽ രക്തചന്ദനം വാരിപ്പൂശിയ പറമ്പുകളും പിന്നിട്ട് അവർ പോയി. ഫ്യൂഡൽ കേരളത്തിൻ്റെ പശ്ചാത്തല ഭംഗി തുളുമ്പുന്ന ഈ ഭാഗങ്ങൾ മലയാള മണ്ണിൽ പിറന്ന ഒരു കവിയുടെ തൂലികയ്ക്ക് പകർത്താനാവൂ. കാടിനകത്തെത്തുമ്പോഴേക്കും പുലിമടയും താഴ്വരയും മലയക്കുടിലുകളുമായി കാഴ്ചകളും മാറുന്നു. വനയാത്രയുടെ ഭീകരതയും തളർച്ചയും അകറ്റാൻ ആരോ 2 കഥകൾ പറഞ്ഞു. മരുമകൻ്റെ സംശയം തീർക്കാൻ വേണ്ടി പരിചാരകൻ്റെ തലവീശി കബന്ധം കാട്ടിക്കൊടുത്ത നാടുവാഴിയും ഇളമുറത്തമ്പുരാൻ്റെ കൽപ്പന പാലിക്കുവാൻ സ്വന്തം മരുമകനെ വാളാലരിഞ്ഞ വല്യമ്മാവനും ആ കഥകളിലൂടെ കടന്നുവന്ന് നിശബ്ദ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നു. നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും കുലാധികാരം എന്ന് നെടുവീർപ്പിട്ട് അവർ മന്ദതാളത്തിൽ നീങ്ങുന്നു. അങ്ങനെ ഒരു സായാഹ്നത്തിൽ അരുവിയുടെ വക്കിൽ ഒരു ചന്ദനമരം തലവനാശാരിയുടെ കണ്ണിൽപ്പെട്ടു. കോടാലി പത്തികൾ ഉയർന്നെടുക്കാൻ പിന്നെ താമസമുണ്ടായില്ല. പക്ഷേ വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ എന്നൊരപേക്ഷ മരത്തിൻ്റെ മുകളിൽ നിന്ന് കേട്ടതോടെ കോടാലികൾ നിശ്ചലമായി. കട്ടിയാവുകൊണ്ട് പുതച്ച് ചന്ദനമരത്തിൻ്റെ പൊത്തിലിരിക്കുന്ന പെൺകുഞ്ഞിനെ കണ്ടെത്തിയതോടെ പുതിയൊരു കഥയും തുടങ്ങുന്നു. ആനറാഞ്ചി പക്ഷി തക്കം നോക്കി അവളെ കൊണ്ടുവന്നത് വളർത്താനായിരുന്നില്ല. എന്നാൽ കൊച്ചു വിരലിൻ്റെ തുമ്പ് നെഞ്ചിൽ കൊണ്ടപ്പോൾ ആ പക്ഷിയുടെ മിഴികളിൽ അമ്മയുടെ ആർദ്രതയൂറിയെന്നും അമ്മട്ട് ലാളിച്ചു പോന്നു എന്നും പറയപ്പെടുന്നു. ഇനിയിപ്പോൾ മകൾ നഷ്ടപ്പെട്ടാൽ പക്ഷിയമ്മ ചിറകിട്ടടിച്ചു മരിക്കും പോലും. എന്തായാലും അമ്മയുടെ സ്വപ്നം പോലെ കടയറ്റു നിലംപതിച്ച ചന്ദനവുമായി അവർ മടങ്ങിയപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോന്നു. പതിവ് പോലെ ഞാറപ്പഴങ്കുലയുമായി അമ്മ പറന്നു വന്നു. ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. മരവിപ്പ് കയറിയ ഉടലോടെ പക്ഷി തല ചുറ്റിയതുപോലെ കറങ്ങിത്താണു. കണ്ണിൽ കണ്ടവരോടെല്ലാം ശണ്ഠ കൂടി. രാവേറെ ചെന്നപ്പോഴും അവൾ ഉറങ്ങാതെയിരുന്നു. ചിറകിട്ടടിച്ച് നിലവിളിച്ചു തറവാടും തന്മോളും പോയ ആ പാവം.
അമ്മയ്ക്ക് വഴിതിരിച്ചറിയുവാനായി മകൾ കട്യാവു ചീന്തി കാട് കഴിവോളം ഇട്ടിരുന്നു. കണ്ണീരിൽ കുതിർന്ന അടയാള ശകലങ്ങൾ പിന്തുടർന്ന് പെടയുന്ന നെഞ്ചോടെ പക്ഷി അരമന വാതിക്കലെത്തി. ഒരിക്കൽ കൂടി മകളെ കാണാനാവാതെ പാവം അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. കണ്ണുമിഴിച്ച് ചിറക് വിടർത്തി പാതി തുറന്ന കൊക്കുമായി മണ്ണിൽ കമഴ്ന്നു കിടക്കുന്ന ആ രൂപം ആരുടെയും കണ്ണു നനയിക്കുന്നതായിരുന്നു. ചന്ദന ചീളുകൊണ്ടൊരുക്കിയ ചിതയിൽ വീരാളിപ്പട്ടുകൊണ്ട് മൂടി അമ്മയെ വെക്കുന്ന കാഴ്ച പൊള്ളുന്ന കണ്ണോടെ മകൾ കണ്ടു നിന്നു. അന്നത്തെ പെൺകുട്ടി കാലം കഴിഞ്ഞപ്പോൾ താരുണ്യത്തിന്റെ പടിവാതിക്കലെത്തി. വെമ്പലനാട്ടിലെ ഇളമുറക്കാരനായ തമ്പുരാൻ തന്നെ അവൾക്ക് നായകനായി. അവൾക്ക് വേണ്ടി മറ്റൊരു ചന്ദനക്കട്ടിൽ തീർന്നു. നിലാവുള്ള രാത്രിയിൽ ഒരു കട്ടിലിൽ ഒപ്പമിരിക്കുവാൻ പ്രിയൻ ക്ഷണിച്ചപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകി. ചിറകാർന്ന അമ്മയെ ഓർത്തിട്ടാണോ, ചിറകു വിടർത്തുന്ന തൻ്റെ ഭാഗ്യമോർത്തിട്ടാണോ ആ കണ്ണു നിറഞ്ഞതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവാചകന് വിട്ടിട്ട് ജി കവിത അവസാനിപ്പിക്കുന്നു. പഴയൊരു നാടോടി കഥയുടെ അസ്ഥിവാരമാണെങ്കിലും മലനാടിൻ്റെ ഗ്രാമവനഭംഗികളും മനുഷ്യ മനസ്സിൻ്റെ ഊഷ്മള വികാരങ്ങളും ഹൃദ്യമായി ആവിഷ്കരിക്കുന്ന കവിതയത്രേ ചന്ദനക്കട്ടിൽ.